ഈ ടൈപ്സ് ഓഫ് ഇവാലുവേഷനും നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം എന്ത് ചെയ്യണം, അത് മാറിപ്പോകരുത്. ഇപ്പോൾ ഇവാലുവേഷൻ്റെ ടൈപ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. എന്നാൽ പിന്നെ അസസ്മെൻറ്റിൻ്റെ ഇവാലുവേഷൻ്റെ മേജർ ടൈപ്സ് ഏതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറേ ടൈപ്സുകൾ വരുന്നുണ്ട്. എന്നാൽ ഇവാലുവേഷൻ്റെ ടൈപ്സ് ചോദിച്ചാൽ വെറും 3 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എഴുതേണ്ടതുള്ളൂ. ഒന്ന് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഓർ അസസ്മെൻറ്റ് എന്ന് പറയും. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്നോ ഫോർമേറ്റീവ് അസസ്മെൻ്റ് എന്നോ നമുക്ക് പറയാം. സമ്മേറ്റീവ് അസസ്മെൻ്റ് ഓർ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയും. അത് പലപ്പോഴായിട്ട് നിങ്ങൾക്ക് പല യൂണിറ്റുകളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഞാനത് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ വെറുതെ ബോറടിപ്പിക്കുന്നില്ല. ആ നോട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവ തന്നെ പഠിച്ചിട്ട് നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഫോർമേറ്റീവ് അസസ്മെൻറ്റും സമ്മേറ്റീവ് അസസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. എങ്കിലും ഒരൊറ്റ സെൻറ്റൻസിൽ ഞാൻ പറയാം, ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂമിനുള്ളിൽ വെച്ച് നടത്തുന്ന ഇവാലുവേഷൻ അല്ലെങ്കിൽ അസസ്മെൻറ്റിനെയാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു യൂണിറ്റോ കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന അസസ്മെൻറ്റിനെയാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സമ്മപ്പ് ചെയ്യുക എന്നുള്ളതാണ് സമ്മേറ്റീവ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫോം ചെയ്യുക എന്നുള്ളതാണ്. അതായത് എന്തൊക്കെ കുറവുകളുണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആ ക്ലാസ് റൂമിൽ തന്നെ നമ്മൾ വെച്ചിട്ട് അസസ്മെൻറ്റ് നടത്തുന്നത്. എന്നിട്ട് വീണ്ടും അത് ഫോം ചെയ്ത് മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവിടെ ഫോർമേറ്റീവ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവസാനമായിട്ട് വരുന്ന ടൈപ്സ് ഓഫ് ഇവാലുവേഷനിൽ വരുന്ന മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പലപ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടെങ്കിൽ, പഠനത്തിൽ വൈകല്യമുണ്ടെങ്കിൽ, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ, ADHD ഉണ്ടെങ്കിൽ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ അറ്റൻഷൻ ഡിസോർഡർ ഉണ്ടെങ്കിൽ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം കണ്ടെത്തി അതിന് പ്രത്യേകമായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി, പ്രത്യേകമായിട്ടുള്ള ഒബ്സർവേഷൻസ് നടത്തി, പ്രത്യേകമായിട്ടുള്ള സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ നടത്തി കണ്ടെത്തിയതിന് ശേഷം അതിനുള്ള റെമഡിയൽ മെഷേഴ്സുകൾ കോട്ട് ചെയ്ത് അത് സോൾവ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് മൊത്തമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റിനെയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള പോയിന്റ്സുകൾ എന്ന് പറയുന്നത് നീഡ് ഫോർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഡെഫിനിഷൻസ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ലെവൽസ് ഓഫ് ഡയഗ്നോസിസ് ടെസ്റ്റ്, സ്റ്റെപ്സ് ഇൻ ഡയഗ്നോസിസ് ടെസ്റ്റ്, യൂസ് ഓഫ് ഡയഗ്നോസിസ് ടെസ്റ്റ്. അപ്പോൾ ഇവയൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നുള്ളത് പ്രത്യേകമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്താണെന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. അതിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം എടുത്ത് അയച്ചു തരാം. യൂസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്താണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്നുള്ളത് പറയുന്നുണ്ട്. അത് അറ്റ് ദി കൺക്ലൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ വരുന്ന അസസ്മെൻറ്റിനെയാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനും ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂസസ് ഓഫ് സമ്മേറ്റീവ് അസസ്മെൻറ്റും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഫോർമേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എന്താണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, അതിൻ്റെ യൂസസ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്, അതിൻ്റെ യൂസസ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഇങ്ങനെ പറയുക. എന്നിട്ട് ഇതിൻ്റെ ഡിഫറൻസ് കൂടി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുക. അത് അവസാനമായിട്ട് വരുന്നതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോബ്ലം കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഡയഗ്നോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ റെമഡിയൽ മെഷേഴ്സും റീഹാബിലിറ്റേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഡെഫിനിഷൻസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുകൂടാതെ തന്നെ ലെവൽസ് ഓഫ് ഡയഗ്നോസിസ് ടെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് വേർ ടു ഡു പീപ്പിൾ ഹാവ് ട്രബിൾ, ഏത് മേഖലയിലാണ് കുട്ടികൾ ട്രബിൾ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. എന്നിട്ട് വേർ ആർ ദ ഇറേഴ്സ് ലൊക്കേറ്റഡ്, എവിടേക്കാണ് ഈ ഇറേഴ്സ് കണ്ടെത്തപ്പെട്ടിട്ടുള്ളത്, എന്നിട്ട് അത് എന്ത് കൊണ്ടുവരുന്നു, വൈ ഡിഡ് ദ ഇറേഴ്സ് ഒക്വയർ. അതുകൂടാതെ തന്നെ വാട്ട് റെമഡീസ് ആർ സജസ്റ്റഡ്, ഇതിനാവശ്യമായിട്ടുള്ള റെമഡീസ് എന്തൊക്കെയാണ്, ഹൗ ക്യാൻ ദ ഇറേഴ്സ് ടു ബി പ്രിവെൻറ്റഡ്, എന്തൊക്കെ തരത്തിലുള്ള പ്രിവെൻഷനും കൂടിയാണ് നമുക്കിതിൽ എടുക്കാൻ കഴിയുക. ഉദാഹരണത്തിന് LP സ്കൂളിലൊക്കെ കുട്ടികളിലൊക്കെ ആയിരിക്കും ADHD കാണാൻ പറ്റുക. അപ്പോൾ ADHD ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലിയിലുള്ള പ്രോബ്ലംസോ അതല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ നെർവസ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തതിനു ശേഷം അത് ക്യൂർ ചെയ്യുന്ന രീതിയിൽ അതിനെ മാറ്റം വരുത്തുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, റെമഡിയൽ മെഷേഴ്സുകൾ സജസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇനി അത് വരാതിരിക്കാനുള്ള മാർഗ്ഗം കൂടി, അപ്പോൾ പേരൻസിന് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കുട്ടിയുടെ ആ സർക്കംസ്റ്റാൻസസ് ചേഞ്ചസ് വരുത്തേണ്ടി വരും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക വഴി പിന്നീട് അത് വരാതിരിക്കാനുള്ള മാർഗ്ഗം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു
സ്റ്റേജസിലൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു ടെക്നിക്കൽ കേസാണ്. അതൊരു പിന്നെ അതായത് അത്യാവശ്യം നല്ലോണം പഠനം മേഖലയിൽ പഠനം നടത്തിയിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. MSW മെഡിക്കൽ ആൻഡ് സൈക്കാട്രിസ്റ്റുകളോ അല്ലെങ്കിൽ MSc ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനൊക്കെ ചെയ്യാൻ പറ്റുന്ന മേഖലയാണത്. അല്ലെങ്കിൽ നമ്മൾ അധ്യാപകരൊക്കെ ആ തരത്തിലുള്ള കാര്യങ്ങൾ റെഫർ ചെയ്യുകയാണ് പൊതുവേ ചെയ്യാറുള്ളത്. സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോ മറ്റൊക്കെ റെഫർ ചെയ്തുകൊണ്ട് അത് ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. സ്റ്റെപ്സ് ഇൻ ഡയഗ്നോസിസ്. എന്തൊക്കെയാണ് ഡയഗ്നോസിൻ്റെ സ്റ്റെപ്സുകൾ? ക്ലാസിഫിക്കേഷൻ, ഫൈൻഡിങ് ദ നേച്ചർ ഓഫ് ഡിഫിക്കൽട്ടീസ്, ഫൈൻഡിങ് ദ കോസ് ഓഫ് ഡിഫിക്കൽട്ടീസ്, പ്രൊവൈഡിങ് റെമഡിയൽ മെഷേഴ്സ്, പ്രിവെൻറ്റിങ് ദി ഡിഫിക്കൽട്ടീസ് ഫ്രം ഒക്കേറിങ്. സോ ഇതും നമ്മൾ ആവർത്തിക്കുന്നില്ല, ഒക്കെ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള കുട്ടികളാണ്, അത്യാവശ്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് ഇതിനെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ പോയിന്റ്സുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. യൂസസ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇതിൻ്റെ യൂസുകൾ എന്താണ്? ഫൈൻഡ് ഔട്ട് ദ ഡിഫിക്കൽട്ടി ഇൻ ലേണിംഗ്. വീണ്ടും ആവർത്തിക്കുകയാണത്. ഇൻആഡിക്വസീസ് ഇൻ സ്പെസിഫിക് സ്കിൽസ്, ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഈസ് റിക്വയർഡ്, ഇംപ്രൂവിങ് ടീച്ചിങ് മെത്തേഡ്സ്. ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസുകളായിട്ട് എടുത്ത് പറയുന്നത്. സോ ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് മാത്രമായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു 5 പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നീഡ് ഫോർ ഡയഗ്നോസിസ് ടെസ്റ്റ്, ഡെഫിനിഷൻ ഡയഗ്നോസിസ് ടെസ്റ്റ്, ലെവൽ ഓഫ് ഡയഗ്നോസിസ് ടെസ്റ്റ്, സ്റ്റെപ്സ് ഇൻ ഡയഗ്നോസിസ് ടെസ്റ്റ്, ഇതിൻ്റെ യൂസസ്. സോ ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് ഇവാലുവേഷനിൽ പ്രധാനമായിട്ടും 3 ടൈപ്സുകളാണ് എടുത്ത് പറയുന്നത്. ഒന്ന് ഫോർമേറ്റീവ്, മറ്റൊന്ന് സമ്മേറ്റീവ്, മറ്റൊന്ന് ഡയഗ്നോസ്റ്റിക്. സോ ഈ ക്ലാസ്സിൻ്റെ കൺക്ലൂഷൻ എന്ന രീതിയിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് മെഷർമെൻറ്റ് എന്താണ്, ഇവാലുവേഷൻ എന്താണ്, അസസ്മെൻറ്റ് എന്താണ്. ഈ മെഷർമെൻറ്റിൻ്റെയും ഇവാലുവേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അസസ്മെൻറ്റും ഇവാലുവേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഓക്കെ, ആ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ തന്നെ ടൈപ്സ് ഓഫ് ഇവാലുവേഷനിൽ 3 കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു. ഫോർമേറ്റീവ്, സമ്മേറ്റീവ്. അപ്പോൾ ഫോർമേറ്റീവും സമ്മേറ്റീവും തമ്മിലുള്ള ഡിഫറൻസും കൂടി നമ്മൾ കണക്കാക്കണം. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ആ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ പോയിന്റ്സുകൾ നമ്മൾ നോട്ട് ഔട്ട് ചെയ്യണം. ദെൻ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അത് നമ്മൾ പല തവണകൾ പല യൂണിറ്റുകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ പിന്നെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യം, അതേപോലെ തന്നെ ബ്ലൂ പ്രിൻറ്റ്, ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ ബ്ലൂ പ്രിൻറ്റ്, ഫീഡ്ബാക്ക് ഡിവൈസസ്, പോർട്ട്ഫോളിയോ എന്താണ്, റിഫ്ലക്റ്റീവ് ജേണൽ എന്താണ്, റൂബ്രിക്സ് എന്താണ് എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പല യൂണിറ്റുകളായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒരു 2 കാര്യം നിങ്ങൾക്ക് വീണ്ടും വേണ്ടതായിട്ട് തോന്നുന്നുണ്ട്. അതിലൊന്ന് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ടെസ്റ്റും മറ്റൊന്ന് കോമ്പിറ്റൻസി ബേസ്ഡ് ഇവാലുവേഷനും. അതായത് 4ാമത്തെ പോയിൻറ്റും 11ാമത്തെ പോയിൻറ്റും നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ അതിൻ്റെ ക്ലാസ് കൂടി ഞാൻ ഇതിനോട് കൂടി കൂട്ടിച്ചേർക്കാം. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ ക്ലാസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുക. അതുകൂടാതെ തന്നെ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്നുള്ള സബ്ജക്റ്റിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പഠിക്കുക. അതായത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്തുള്ള ബ്ലൂ പ്രിൻറ്റ്, അതായത് പിന്നെ ഐറ്റം അനാലിസിസ് എന്താണ്, ഫീഡ്ബാക്കിൻ്റെ ഡിവൈസുകൾ ഏതൊക്കെയാണ്, ഈ ഫീഡ്ബാക്ക് ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കൂടി അതൊന്ന് ഉൾപ്പെടുത്തി തരാം. ഐറ്റം എന്തൊക്കെയാണ് ഡിവൈസുകൾ എന്നുള്ള ലിസ്റ്റ് ഞാൻ എടുത്തു തരാം. അതേപോലെ തന്നെ പോർട്ട്ഫോളിയോ പറഞ്ഞിട്ടുണ്ട്, റിഫ്ലക്റ്റീവ് ജേണൽ എന്താണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വീണ്ടും ആവർത്തിച്ച് നിങ്ങൾ വെറുതെ ടൈം കളയേണ്ടതില്ല. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. അതുകൂടി എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ എല്ലാവരും തന്നെ നന്നായി പഠിക്കുക. എല്ലാവർക്കും എക്സാം വളരെ സിമ്പിൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.